ദുബായിൽ രാത്രിയും പകലെന്നില്ലാതെ എപ്പോഴും തിരക്കുള്ള ഒരു സ്ഥലം ഏതായിരിക്കും? കഫറ്റീരിയകൾ അല്ലെങ്കിൽ ടീ സ്റ്റാളുകൾ അല്ലേ? സ്ഥിരമായി ജീവനക്കാരൊന്നും ഇല്ലാതെ പ്രദേശവാസികളുടെ സഹകരണം കൊണ്ട് മാത്രം ഒരു ടീ സ്റ്റാളിന് പ്രവർത്തിക്കാൻ സാധിക്കും. സാധിക്കും. എവിടെയാണെന്നല്ലേ? പശ്ചിമ ബംഗാളിൽ. ഒന്നല്ല, കഴിഞ്ഞ 100 വർഷമായി ഇങ്ങനെ ഒരു ടീ സ്റ്റാൾ അവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. വെസ്റ്റ് ബംഗാളിലെ സെറാംപൂരിലുള്ള ഒരു നൂറ്റാണ്ട്, അതായത് 100 വർഷത്തോളം പഴക്കമുള്ള ഒരു ചായക്കട പൂർണ്ണമായും വിശ്വാസത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഉടമയായ അശോക് ചക്രവർത്തി എന്നയാൾ എല്ലാ ദിവസവും രാവിലെ വന്ന് കട തുറന്ന ശേഷം മറ്റൊരു ജോലിക്കായി പോകും. ആ സമയത്ത് പ്രാദേശിക ഉപഭോക്താക്കൾ, പ്രധാനമായിട്ട് ഈ റിട്ടയർ ആയ ആളുകളും അടുത്ത് താമസിക്കുന്ന ആളുകളും ഒക്കെ യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ, പ്രത്യേകിച്ച് സ്കെഡ്യൂൾ ഒന്നും ഇല്ലാതെ തന്നെ ചായ ഉണ്ടാക്കാനും വിളമ്പാനും പേയ്മെന്റുകൾ കൈകാര്യം ചെയ്യാനും ഒക്കെ സ്വമേധയാ മുന്നോട്ട് വരികയാണ്. ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം, ഈ 100 വർഷത്തിനിടയിൽ ആരും ഇതുവരെ ചായയ്ക്ക് കടം പറഞ്ഞു പോയിട്ടില്ല അത്രേ. ലാഭവും അമിത ലാഭവും കൊള്ളലാഭവും വരെ പ്രതീക്ഷിച്ച് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഇക്കാലത്ത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ അത്യപൂർവം എന്ന് തന്നെ പറയാം. ഒമാനിലെ ഏതാനും ഉൾഗ്രാമങ്ങളിൽ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. അതായത് പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും ഒക്കെ അവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. വിനോദസഞ്ചാരികളും മറ്റും വന്ന് അതെടുത്ത് അവർക്ക് തോന്നുന്ന ഒരു തുക അവിടെ നിക്ഷേപിച്ച് പോകുന്ന ഒരു രീതി. ഇങ്ങനെ സഹകരണാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംരംഭങ്ങൾക്കൊക്കെ ദുബായിലൊക്കെ സാധ്യതയുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്?